മിഴിയോരം. നമസ്കാരം. മിഴിയോരത്തിന്റെ സരിദിന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു കലാകാരനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. യുഎയിലെ നാടകവേദികളിലെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. നിരവധി കഥാപാത്രങ്ങൾ ഇദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തിട്ടുണ്ട്. തോപ്പിൽ ഭാസിയുടെ കയ്യും തലയും പുറത്തിട്ടിരുന്ന നാടകത്തിലെ ബസ് കണ്ടക്ടർ എന്ന കഥാപാത്രം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൊന്നാണ്. ഇതുകൂടാതെ ശത്രു എന്ന നാടകത്തിലെ ഡബിൾ റോൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചേരി എന്ന കഥാപാത്രത്തിലെ നമ്പൂതിരി വേഷം, ഹാസ്യ കഥാപാത്രങ്ങൾ, അങ്ങനെ നിരവധി സ്ത്രീ വേഷങ്ങളൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ ഒരു യാത്രയാണ് ഇന്ന് മിഴിയോരത്തിലൂടെ. മിഴിയോരം ബോംബെയിൽ നടന്നിരുന്നു. അപ്പോൾ ജോലി അന്വേഷിച്ച് നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇതുപോലെ ഒരു റിഹേഴ്സൽ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് പെട്ടത്. അപ്പോൾ അതൊരു നാടകത്തിൻ്റെ റിഹേഴ്സലായിരുന്നു. അത് നേഴ്സസ് ഡേക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു നാടകമായിരുന്നു. നമ്മളാണെങ്കിൽ ആകെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നടക്കുന്ന ഒരു സമയമായതിൻ്റെ പേരിൽ നമ്മൾ അവരോട് അഭിനയിക്കാൻ ഒരു ചാൻസ് ചോദിച്ചാൽ അവർ നമുക്ക് ചാൻസ് തന്നു. ആ നാടകത്തിൽ നല്ലൊരു കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു നാടകം. ആ നാടകം കളിച്ചപ്പോൾ നമുക്ക് ആവേശമുണ്ട്, പക്ഷെ നമ്മുടെ സ്വപ്നം മുഴുവനും ഈ ഭൂമിയിലേക്കുള്ളതാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ ബോംബെക്ക് വന്നേക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ നമ്മൾ ഗൾഫിൽ വന്നു. ഗൾഫിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഡെസർട്ടിലാണ്, പക്ക ഡെസർട്ട്. അതായത് 450 കിലോമീറ്റർ അകലെ പോകണം. അവിടെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആകാശവും ഈ മണലും മാത്രമുള്ള നമുക്ക് കൂട്ട്. ഒരു 5 വർഷം ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് സിറ്റിയിലേക്ക് വന്നു. സിറ്റിയിൽ വന്നപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മലയാളി സമാജം ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ചെന്നു. അന്ന് 100 മെമ്പേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ചെന്ന് നമ്മൾ കൾച്ചർ പ്രോഗ്രാമത്തിലൊക്കെ ആക്ടിവിറ്റി ആയി കഴിഞ്ഞപ്പോൾ നാടകോത്സവം ആദ്യമായിട്ട് അവിടെ വന്നു. ഈ നാടകോത്സവം അവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് വളരെയധികം അമേച്ചർ ട്രൂപ്പുകളും ആ സമയത്ത് പൊന്തി. അപ്പോൾ സംഘം അബുദാബി എന്ന് പറയുന്ന ആദ്യത്തെ ട്രൂപ്പ് ഞങ്ങൾ പൊന്തി. ഞങ്ങൾ അന്ന് ആ നാടകം നല്ലൊരു നാടകം നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്തു. അന്ന് ആ കാലഘട്ടത്തിൽ ഓടിയിരുന്നത് തോപ്പിൽ ഭാസി ചേട്ടൻ്റെ കയ്യും തലയും പുറത്തിരുന്ന നാടകം 79 അവാർഡ് നാടകമാണ്. അപ്പോൾ ആ നാടകം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കളിക്കാമെന്നുള്ള തീരുമാനം എടുത്തു. സമിതി ഇവിടുന്ന് പോയി ആ നാടകം ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ആ നാടകം റിഹേഴ്സൽ ചെയ്തു. കംപ്ലീറ്റ് സെറ്റപ്പൊക്കെ ഇട്ട് ആ നാടകം റിഹേഴ്സൽ ചെയ്തപ്പോൾ ആ നാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു വേഷം എനിക്ക് തോന്നി, കണ്ടക്ടർ റോളാണ്. ഞാൻ വളരെ ഭംഗിയായി അഭിനയിച്ചു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം ഈ കാസറ്റ് ബാസിയേട്ടൻ കണ്ടു. ബാസിയേട്ടൻ ക്യാഷ് കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഈ കാസറ്റ് കണ്ടപ്പോൾ ബാസിയേട്ടൻ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പോക്കറ്റിൽ നിന്ന് പേനെടുത്ത് എനിക്ക് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സമ്മാനം. അത് ഇന്നും എൻ്റെ വീട്ടിലെ ഷോക്കേസിൽ എനിക്ക് അതിനുശേഷം വളരെ നാടകങ്ങൾ ഞാൻ കളിച്ചു. എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആ പേന ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സ്ത്രീവേഷം ചെയ്തപ്പോഴത്തെ അനുഭവം എന്തായിരുന്നു? സ്ത്രീവേഷം അന്ന് കെട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ നാടകങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹരമായി അബുദാബിയിൽ. അങ്ങനെ വളരെയധികം അമേച്ചർ ട്രൂപ്പുകൾ പൊന്തിപ്പോൾ പല സമിതികളും രൂപം കൊണ്ടു. അന്ന് കേരള സോഷ്യൽ സെൻറ്റർ രണ്ടാമത് അവിടെ രൂപം കൊണ്ടു. അപ്പം അവിടെ നാടകോത്സവം നടത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ വേഷത്തിലേക്കാണ്. അന്ന് 82-ലാണ് മനസ്സില്ലാ മന്ത്രിയാവാൻ. അതൊരു മാമിയുടെ റോളാണ്. ആ റോള് ഇവിടെ 3 പെണ്ണുങ്ങളുടെ ഇടയിൽ ആ നാടകം നമ്മൾ കളിച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ കഥാപാത്രം അവതരിപ്പിക്കാൻ ഇത്തിരി ടഫാണ്. ഒരു സ്ത്രീ കഥാപാത്രം ഒരാണ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചലനം, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ഓരോ ഇതെടുക്കണ്ടേ. അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തു. ഞാൻ തന്നെ അത് കളിച്ചു. അങ്ങനെയാണ് ആ നാടകം ഞങ്ങൾ അരങ്ങേറി വന്നത്. അതിനുശേഷം വേറെ ഒരു നാടകം കൂടി കളിച്ചു. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ വെറുതെ മോഹിക്കുക ഒരു മോഹം എന്ന് പറഞ്ഞ നാടകം. അതിലും ഞാൻ ഹേമ തമ്പുരാട്ടിയായിട്ട് കളിച്ചു. സ്പടിയും ജോർജാണ് അതിൻ്റെ തമ്പുരാനായിട്ട് കളിച്ചത്. പിന്നെ രചന നിർവഹിച്ചിട്ടില്ലേ പല നാടകങ്ങൾക്കും? രചന നിർവഹിച്ച ഒരു നാടകത്തിനെ കുറിച്ചൊന്ന് പറയാമോ? നാടകത്തെ കുറിച്ചിട്ട് രചന നിർവഹിക്കാൻ ഇങ്ങനെ വളരെയധികം നാടകങ്ങളൊക്കെ കളിച്ചപ്പോൾ നമുക്കും കുറച്ച് ആവേശമൊക്കെ വന്നു. ഏതായാലും ഒരു നാടകം അങ്ങനെ സംവിധാനം ചെയ്തു. ഞാനതൊരു ക്രിസ്തീയ ഒരു നാടകമാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്തത്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ രചിച്ച ഒരു നാടകം. അത് എൻ്റെ രാജ്യം പന്നമേ എന്ന നാടകം. അങ്ങനെ ആ നാടകവും കളിച്ച് ഞങ്ങൾ ഇറങ്ങി.
അതെ. ഈ ശത്രു എന്നൊരു നാടകത്തിൽ ഒരു ഡബിൾ റോൾ ചെയ്തിരുന്നല്ലോ. ഡബിൾ റോൾ ചെയ്ത നാടകം ബേബിക്കുട്ടൻ്റെ ശത്രു എന്ന് പറഞ്ഞ നാടകം. അത് രവിചേട്ടനാണ് അത് സംവിധാനം ചെയ്തത്. അതിൽ 2 കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒന്ന് ആദ്യഘട്ടത്തിൽ ഒരു അലസനായ കുട്ടിയും, രണ്ടാമത് പ്രതികാര ബുദ്ധിയോടുകൂടി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡൻറ്റുമാണ് ആ നാടകം. നല്ലൊരു നാടകമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചേരി എന്നൊരു നാടകത്തിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പൂതിരിയുടെ കഥാപാത്രം. ഇപ്പൊ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്പൂതിരി വേഷം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചൊന്ന് പറയൂ. കളിച്ചു പോകുന്ന നാടകങ്ങളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചേരി തന്നെയാണ്. ചേരി നാടകത്തിലെ നമ്പൂതിരി റോള് ഇന്നും മറക്കാതെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അതിലെ ഓരോ ഡയലോഗുകളും അതുപോലത്തെ ഡയലോഗുകളാണ്. അതൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കിട്ടിയ ഒരു റോളാണ് ആ റോളിന് വേണ്ടിയിട്ട് രവിചേട്ടൻ ഇവിടെ നടക്കുമ്പോൾ എന്നെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ആ നാടകം കളിച്ചു, നമ്പൂതിരിയുടെ റോള്. ഇത് കൂടാതെ ഇപ്പം നമ്പൂതിരിയുടെ റോളാണ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രം. ഇത് കൂടാതെ മന്ത്രവാദിയുടെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. മന്ത്രവാദിയുടെ ഞങ്ങൾ കളിച്ചത് അബുദാബിയിൽ വെച്ചിട്ട് കുളമുട്ടം അഷ്റഫിൻ്റെ മാംസ നിബന്ധമല്ല എന്ന് പറയുന്ന നാടകം. ആ നാടകം ഞങ്ങൾ അലൈനിലാണ് ആദ്യം കളിച്ചത്. ആ നാടകം ശരിക്കും വാസം പറയണമെങ്കിൽ വളരെ ഒരു ടഫായൊരു നാടകമാണ്. കാരണം സ്റ്റേജിൽ ലൈൻ ഷോർട്ട് ചെയ്തിട്ട് മന്ത്രം ജപിച്ച ഒരു നാടകമാണ് അത്. അന്നത്തെ ആ ത്രില്ല് അങ്ങനെ ഇതിൻ്റെ പേരിൽ അത് കളിച്ചു. നല്ലൊരു മന്ത്രവാദിയായിട്ടാണ് അതിൽ കളിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത്. ആ നാടകം പിന്നെയും ഞങ്ങൾ 2-3 സ്റ്റേജ് കയറി. ഓക്കെ, അപ്പം നമുക്കിനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും. വീഡിയോത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരു നാടകം അഭിനയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാടകം അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സ് ആണ്. സ്റ്റേജിലേക്ക് ഒരു കഥാപാത്രം കയറി വന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ ശബ്ദം പിടിച്ച് സംസാരിക്കണം. മൈക്ക് എപ്പോഴും സെൻട്രലായിരിക്കും. അപ്പോൾ ശബ്ദം പിടിച്ച് കളിക്കുന്ന ഒരു സ്റ്റൈലിൽ മാത്രം നീങ്ങിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റേജിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് ഓഡിയൻസിനെ നോക്കുമ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്നവനും അതുപോലെ തന്നെ മറു കോർണറിൽ ഇരിക്കുന്നവനും കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ സ്റ്റേജിൽ കൊടുക്കണം. അത് നമ്മൾക്ക് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എപ്പോഴും അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞു പോകും. ചെരിഞ്ഞു പോയി കഴിഞ്ഞ് പിന്നെ പുറകുവശമാണ് കാണികൾ കാണുക. പിന്നെ അവിടെ നിന്ന് ഓളിയും ബഹളവും ഒക്കെ ആകെ തുടങ്ങും. പിന്നെ ഡയലോഗ് പറയുന്നത് എപ്പോഴും വളരെ സ്ഫുടകമായിട്ട് പറയണം. അത് മൈക്ക് ക്യാച്ച് ചെയ്ത് സംസാരിക്കാനുള്ളത്. ചിലപ്പോൾ വളരെ ഉച്ചത്തിൽ പറയുന്ന ഡയലോഗാണെങ്കിലും നമ്മളത് വളരെ ക്യാച്ച് ചെയ്ത് സംസാരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്ത് കയറി ഒരിക്കലും വരാൻ പാടില്ല. ഒരു കഥാപാത്രം സ്റ്റേജിൽ കളിക്കുമ്പോൾ കഥാപാത്രം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ വെയിറ്റ് ചെയ്യുന്ന കറക്റ്റ് മൂവ്മെൻറ്റ്സിൽ കയറി വന്നാൽ മാത്രമേ ആ ഡയലോഗായിട്ട് ഒരു കോമ്പിനേഷനായിട്ട് പോവുള്ളൂ. അങ്ങനെ വളരെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഇനിയും നമുക്ക് കുടുംബത്തിനെ കുറിച്ച് പറയാം. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ്? കുടുംബജീവിതം പറയുകയാണെങ്കിൽ വളരെ സന്തോഷകരമായി ദൈവാനുഗ്രഹത്താൽ നാട്ടിൽ ഭാര്യയുടെ പേര് ബീന, 2 പൊന്മക്കൾ തന്നു. ടിനു ആൻഡ് ടീന, 2 പേരുടെ കല്യാണം കഴിഞ്ഞു. അവർക്കും 2 കുട്ടികളായി, പേരക്കിടാങ്ങളുണ്ട്. സുഖകരമായിട്ട് നാട്ടിൽ ജീവിക്കുന്നു. സന്തോഷകരമായി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു സ്റ്റാൻഡേർഡ് ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും. ഇനി ഒരു സ്വപ്നം, നമ്മളിപ്പോൾ ഒരു പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ടാണ്. അപ്പം നാട്ടിൽ ചെല്ലുമ്പം ഒരു സ്വപ്നം, എന്താണ് ആ ഒരു സ്വപ്നം? സ്വപ്നം നമുക്ക് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ജോലിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇത്. ജോലി എത്രയും ചെയ്യാൻ സാധിക്കും അത്രയും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച കലയെ നമ്മൾ ഒരിക്കലും വേർതിരിക്കുന്നില്ല. നാട്ടിൽ ഒരു ചെറിയ നാടക സമിതി ഉണ്ട്. അത് എൻ്റെ ബ്രദറാണ് കൊണ്ട് നടക്കുന്നത്. അതിലും കുറച്ച് സജീവമാകാവുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ജോലി ചെയ്തു പോകണം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആലിക്കാസിലാണ്. ദൈവാനുഗ്രഹത്തിൽ സുഖകരമായിട്ട് അങ്ങനെയാണ് പോകുന്നു. ജോയറിൻ്റെ കൃപയുണ്ടെങ്കിൽ നാട്ടിലും ജോലി ഉണ്ട്, ഉറപ്പാണ്.
അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വാവച്ചൻ ഇരിഞ്ഞാലക്കുടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാടക മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളാണ് നമ്മളുമായിട്ട് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞൊരു നാടക ട്രൂപ്പൊക്കെ ആരംഭിക്കട്ടെ. അതുപോലെ തന്നെ ഇദ്ദേഹം നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ലോകത്തേക്കും ഇദ്ദേഹത്തിനൊരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. എന്തായി കാണിക്കണേ? എന്താ തിരുമേനി? വായിലേ എന്ത് പറഞ്ഞേ പറഞ്ഞേ. പാവം തള്ളയിലാതെ വളർന്നതായിരിക്കും. ജന്മവാസനയാ. ആഹാ, നോനീസ് ഉണ്ടായിരുന്നില്ല എന്നാ സമയങ്ങളെന്താ അങ്ങോട്ട് കേട്ടിപ്പോ അങ്ങോട്ട് കേട്ടിക്കൂടാ. എന്താ സിംപ്ലപ്പന്റെ പേര്? വായല് പൂട്ടും കണക്ക് തിരിവണം നിക്കണ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. എന്റെ പേര് ചേരുന്ന. നല്ല ഉറക്കത്തുള്ള പേര് അല്ല മത്തായി. ഹലോ. അപ്പൊ ചേറുട്ടി മുഖസ്തുതിയായിട്ട് പറയല്ല. എന്ന് വെച്ചാ ദേവസി വന്നാ ദേശം മുടിയും, പൗലോത് വന്നാ പനി വരും, ഈനാശ് വന്നാ വിനാശകാലം, അന്തപ്പം വന്നാ അന്ത്യല്ല, ചേറ് വന്നാ ചേരവില്ല. അപ്പൊ പിന്നെ ചേറുവാരാ? എന്നെ മോനായിരിക്കും. അല്ല, നല്ല ഉറക്കത്തുള്ള കുട്ടി നൃത്തം. എടാ ചേറ് കൊച്ചത് നീ കോളടിച്ചു. അപ്പൊ ചെറുട്ടി സമയം കിട്ടുമ്പോ ഇല്ലത്തേക്ക് ഒന്നുകൊണ്ട് വന്നൂടെ? ഉറൂടെ നേരം പോകാൻ ഉണ്ടാക്കാം. എന്താ ഇല്ലത്ത് ചെന്ന തിരുമേനിയുടെ മായാവിലാസം ഒന്ന് കാണേണ്ടത് തന്നെയാ. അതൊന്നും ഇപ്പൊ അങ്ങനെ ഉണർത്തിക്കണ്ട. ചെറുട്ടി വരുമ്പോ ആരാണ് വെച്ചോളൂ. എന്താ തിരുമേനിയുടെ വീട് എവിടെയാ? ഓ ചപ്പൻ എന്തായി പറയണേ? കോട്ടിയാട്ടുമനെ പറ്റി നീ കേട്ടില്ലടാ? അതെനിക്കറിയാം. കൊടി ആട്ടുമനല്ലേ? എന്ന് വെച്ചാ അതന്നെ. എങ്ങനെ നാളെ വരാം? നേരത്തെ കുട്ടികൾ വന്നോളൂ. ഞാൻ കുളിക്കുന്നതിന്റെ മുന്നേ വന്നോളൂ. അതെന്തിനാ? അമ്പലത്തിൽ പോണേ. എന്നാ ചെറുട്ടി പോക്കോളൂ. മത്തായി ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം കാര്യം ഞാൻ ഏറ്റൂടാ. നീ പോയിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വാ. പോടാ പോ. അത് മതി. മത്തായി ഒരു കാര്യം പറയാനുള്ളതാണ്. എന്താ തിരുമേനി? എന്താ ഈ ചപ്പൻ പറയണേ? ഓ തിരുമേനിയുടെ ഒരു ഭക്തിവിലാസം ആണല്ലോ. ദുർദേശമില്ലെന്നർത്ഥം. ചാമുണ്ടി വരുന്നുണ്ട്. ചാമുണ്ടി ഒരു കാര്യം പറയേണ്ടതാണ്. വെച്ചോളൂ. ഞാൻ തിരുമേനി അന്വേഷിച്ച് നടക്കായിരുന്നു. വീട്ടിൽ വന്നിരുന്നു പറഞ്ഞു. ഓക്കെ മത്തായി, ഒരു കാര്യം അങ്ങ് ചെയ്യാം. കണ്ടനും കുഞ്ഞിരാമനും കുഞ്ഞിക്കോലനും ഓണായിട്ട് കൊല എത്തിച്ചില്ല. മലക്കല് കൊല എത്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് പറയാ. എന്നാണ്ട് പൊക്കളൂ. എന്താ നിന്ന് പറയണേ? അങ്ങോട്ട് പൊക്കളോ. ഞാൻ പോവണ്ടേ? ചാമുണ്ടി എന്താ തമ്പുരാനെ? നമ്മുടെ സാറ് ടി വിയിൽ വന്നിട്ടുണ്ട്. കാര്യം എന്താണ്? നമുക്കും നല്ല ചാമുണ്ടിക്കും കാര്യങ്ങൾ ചെയ്തു തന്ന ആളാണെന്ന് അറിയാലോ. എന്താ കാര്യം? ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് കിടപ്പിന്റെ വട്ടം ഏമാക്കണമെന്നൊരു മോഹം. ആരെയാ വേണ്ടത്? ഈ കോളനിയിലെ സ്വർണ്ണമത്സ്യം ഏതാന്ന് വെച്ചാ അതെന്റെ ഇങ്ങോട്ട് ആയിക്കോട്ടെ. എന്തൊരൈശ്വര്യമുള്ള സ്ത്രീയായിരുന്നു. അവര് പോയതോടെ മുടിയാൻ തുടങ്ങി. എന്ത് ചോറാ പപ്പു അവരുടെ കൈകൊണ്ട് വെച്ചു വിളമ്പി തട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു ഗുണമാ ഇന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിയുന്നത്. ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നതേ പെണ്ണുങ്ങളാ. ഗൃഹലക്ഷ്മി എന്നല്ലയോ പറയുന്നത്. ആണോഹരിയും പെണ്ണുങ്ങളുടെ തന്നിഷ്ടവും എന്നു വന്നു. എന്റെ കർമ്മം വീണ് രണ്ടുപേരും ആണുങ്ങളെ ആക്ഷേപിക്കുന്നവരൊന്നും എന്റെ വീട്ടിൽ സ്ഥാനമില്ല. ഞാനിപ്പോ തെണ്ടിയായി പോയെങ്കിലും ആണുങ്ങളെ പോലെ പൊറുത്തവനാണടാ. എന്റെ വീട്ടിലെ നിന്റെ കമ്മ്യൂണിസം